നമസ്കാരം. സംസ്ഥാനത്തെ സർവകലാശാല വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രങ്ങളാക്കി മാറ്റുമ്പോൾ സർവകലാശാല സെനറ്റിന്റെ അംഗബലം കുറയ്ക്കാനുള്ള ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ശുപാർശ അത് നടപ്പാക്കണ്ട എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് പുതിയ ഗവർണറുമായി എല്ലാ കാര്യങ്ങളും സർവകലാശാലയുടെ കാര്യം പറഞ്ഞപ്പോൾ ഗവർണർ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല എന്ന് തന്നെയാണ് പിണറായി പറയുന്നത്. ഓരോ സർവകലാശാലയിലും വിദ്യാഭ്യാസ വിദഗ്ധർ ഉൾപ്പെടെ ഗവേഷണ കൗൺസിൽ രൂപീകരിക്കും. ഇതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥ സർവകലാശാല നിയമ ഭേദഗതിയിൽ ഉൾപ്പെടുത്തുമെന്ന് തന്നെയാണ് പിണറായി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഗവർണർ അത് സർവകലാശാലയിൽ കൈകടത്തരുതെന്ന് ഗവർണർ എടുത്തു പറഞ്ഞിരിക്കുകയാണ് പിണറായി വിജയനോട്. നിയമ ഭേദഗതി ബിൽ അടുത്ത മാസം ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ഈ ബിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഒപ്പിടുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. സർവകലാശാല ബില്ലുകൾ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിടാത്തത് വലിയ വിവാദമായിരുന്നു. വൈസ് ചാൻസലറുടെ നിയമനാധികാരം സംസ്ഥാന സർക്കാരിലേക്ക് എത്തുന്ന തരത്തിലായിരുന്നു ആ ബില്ല്. പിന്നീട് UGC കൊണ്ട് ചട്ട ഭേദഗതി പ്രകാരം ചാൻസലറാക്കി ഗവർണറെ മാറ്റാനും കേന്ദ്രം തീരുമാനിച്ചു. ഇതിന് പിന്നാലെയാണ് ഗവേഷണത്തിലെ അധികാരം സംസ്ഥാന സർക്കാർ സ്വന്തമാക്കാൻ ബില്ല് തയ്യാറാക്കുന്നത്. എന്നാൽ ഇതൊന്നും ഗവർണർ ഒപ്പിടാതെ തിരിച്ചത് രാഷ്ട്രപതിയിലേക്ക് തന്നെ അയക്കാനാണ് ഗവർണറുടെ നീക്കം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി ഏറ്റുമുട്ടലിലായിരുന്നു പിണറായി വിജയൻ. അതോടെ പുതിയ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എത്തിയതോടെ ആ രീതി മാറി. ഗവർണറെ പിണറായി വിജയൻ രാജ്ഭവനിലെത്തി നേരിട്ട് കണ്ട് പൂച്ചണ്ടക്കം നൽകി. നയപ്രഖ്യാപനത്തിൽ എഴുതി നൽകിയതെല്ലാം ഗവർണർ വായിച്ചു. കേന്ദ്ര സർക്കാരിനെതിരായ രൂക്ഷ വിമർശനവും സർക്കാർ ഒഴിവാക്കുകയും ചെയ്തു. ഇതെല്ലാം രാജ്ഭവനുമായി ഏറ്റുമുട്ടലിന് ഇല്ല എന്ന സന്ദേശമാണ് പിണറായി വിജയൻ നൽകിയത്. എന്നാൽ ഇതിനുശേഷം സർവകലാശാല ഭേദഗതിയുടെ നീക്കമാകാമെന്നും പിണറായി വിജയൻ കരുതി. അതിനുശേഷമാണ് ഗവർണർ ബില്ലിൽ ഒപ്പിടുമെന്ന് പിണറായിയുടെ ഒരു പ്രതീക്ഷ ഉള്ളത്. പക്ഷേ നയപ്രഖ്യാപനത്തിലെ നയതന്ത്ര നീക്കം ബില്ലുകൾ ഒപ്പിടുന്നതിലും രാജ്ഭവൻ സ്വാധീനിക്കുമെന്നാണ് സർക്കാരിന്റെ കണക്ക് കൂട്ടൽ. അത് ആർലേക്കറിന് നേരത്തെ തന്നെ മനസ്സിലായി. കാരണം നയപ്രഖ്യാപനത്തിന്റെ പ്രസംഗം വായിച്ചപ്പോൾ തന്നെ എന്തു വരുന്നുണ്ടെന്ന് മനസ്സിലായി. വിവിധ വിഷയങ്ങളിലുള്ള ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള കൗൺസിലിന്റെ തീരുമാനങ്ങൾ അത് അന്തിമമായിരിക്കുക തന്നെ ചെയ്യും. കൂടാതെ കൗൺസിൽ അംഗീകരിക്കുന്ന ഗവേഷണങ്ങൾക്ക് സിൻഡിക്കേറ്റിന്റെ അനുമതി ആവശ്യമല്ല എന്നും നിയമ ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു. ഗവേഷണ വിഷയങ്ങൾ തീരുമാനിക്കാൻ കൗൺസിൽ എല്ലാ മാസവും യോഗം ചേരും. 110 പേര് വരെയുള്ള സെനറ്റുകളിലെ അംഗബലം പകുതിയായി കുറച്ച് അവയെ ബോർഡ് ഓഫ് റിജൻ ആക്കി മാറ്റാനാണ് ഷാം ബി മേനോൻ കമ്മീഷൻ ശുപാർശ ചെയ്തിരിക്കുന്നത്. സെനറ്റിലേക്ക് 10ലേറെ പേരെ നാമനിർദ്ദേശം ചെയ്യാൻ ചാൻസലറായ ഗവർണർക്ക് അധികാരമുണ്ട്. ഈ അവകാശത്തിൽ തത്കാലം പിണറായി വിജയൻ തൊടില്ല. സിൻഡിക്കേറ്റിന്റെ അംഗബലം 25-ൽ നിന്നും 18 കുറയ്ക്കും. അക്കാഡമിക് വിദഗ്ധർക്ക് സിൻഡിക്കേറ്റിന്റെ മുൻഗണന നൽകും. സർവകലാശാലകളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഇടപെടലും ഉണ്ടാകുമെന്ന് ഉറപ്പാക്കുമെന്നൊക്കെയാണ്. അതിന്റെ ഒരു നിയന്ത്രണമൊക്കെ ഉറപ്പാക്കുമെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. വിദ്യാർത്ഥികൾക്കും കോളേജ് സർവകലാശാലയ്ക്ക് എപ്പോൾ വേണമെങ്കിലും മാറാൻ കഴിയുമെന്നും ചട്ടങ്ങൾ ലളിതമാക്കും. അതായത് ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ട് സ്വന്തമായി തന്നെ തീരുമാനം എടുക്കാനുള്ള പഴയ തന്ത്രം തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോഴും കൈക്കൊള്ളുന്നെങ്കിൽ ആദ്യം തന്നെ പുതിയ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞൊരു കാര്യമുണ്ട്: സിനഡ് യോഗങ്ങളിലും ഞാൻ തന്നെ നേരിട്ട് പങ്കെടുക്കുമെന്ന്. അതിൽ കയറി കളിച്ചാൽ പിണറായി വിജയനെ തൂക്കിയെടുത്ത് നിലത്തടിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്.